ഹലോ ഗായ്സ്, മോളെ പിറന്നാളാണ്, മറ്റേ ശനിയാഴ്ച ഞായറാഴ്ച. അപ്പോൾ ഗിഫ്റ്റൊന്നും കിട്ടില്ല പറഞ്ഞിട്ട് ഇക്കാക്ക പൈസ അയച്ചു കൊടുത്തിട്ട് സജു പോയി വാങ്ങിക്കൊണ്ടുവന്നോ. സജു പോയി വാങ്ങിക്കൊണ്ടുവന്ന് എനിക്കിപ്പോഴാണ് സിനു എൻ്റെ കയ്യിൽ സാധനം കൊണ്ടുവന്നത്. ക്ലിയറില്ല, അപ്പം ക്ലിയറില്ലല്ലേ? ഇതുണ്ടോ, ബാഗും ഉണ്ട്, ട്രോളി ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇതാണ് സാധനം. ബാക്കി നോക്കട്ടെ എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് നോക്കാമല്ലോ. അഞ്ചു വായോർക്ക് മക്കൾ വായി നോക്കാൻ പോകും. നമ്മടെ പോയി ഇതാക്കടാ. നമുക്ക് ബാഗ് എന്തെങ്കിലും വേണ്ട. ഉറങ്ങുന്നു ഗൈസ്. ഹലോ, ഞായറാഴ്ച എന്താ പരിപാടി ചേച്ചി മോളെ? കാക്ക എന്താ വാങ്ങി തന്നത് പിറന്നാളിന്? എൻ്റെ കാക്ക അല്ലാണ്ട് വേറെ ഏത് കാക്ക? പറ. പിറന്നാളായിട്ട് സ്വന്തം ഭാര്യക്ക് സാധനം വാങ്ങി തന്നില്ല? ഇത് പറ, കാര്യം പറ, കൊടുക്ക്. കാക്കൊന്നും വാങ്ങി തന്നില്ല? പൈസ ഉണ്ടാവില്ല, ചുരിദാർ വാങ്ങി തരുന്നുണ്ടാവും. ഈ തലവേദന എടുക്കുന്ന ലൈറ്റ് ഓഫ് ആക്കി പോ. ഞാനിപ്പോ ഒന്ന് കിടന്നിട്ടേ ഉള്ളൂ. ഇങ്ങോട്ട് നോക്കി ഒരു കാര്യം പറഞ്ഞ. എനിക്ക് കാര്യം എന്താ? എനിക്ക് പറഞ്ഞരാ. കൈയൊക്കെ വേദന വന്നിരുന്നേ. ഓ മോ ചവിട്ടി. സോറി. അതെന്താ നോക്ക്. പൊട്ടിച്ച് നോക്ക്. എന്താടാ കൈ തട്ടിപ്പോയി. ഇത് മലബാറിന്റെ മറ്റേ ഡയമണ്ടിൻ്റെതല്ലേ? നോക്കി ഗായ്സ്, ഞാനിതൊന്ന് എടുത്ത് തട്ടോ. തുറന്നോക്ക്. പെട്ടിക്ക് കൊടുക്കണം പൈസ. പറഞ്ഞില്ലല്ലോ. മരൊന്ന് കാണിച്ച തിരിച്ച് ബോക്സ്. ഗായ്സ്, എൻ്റെ ഇക്കാക്കേൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഞാൻ സൂം ചെയ്ത് തരാം. അല്ലടേ, എന്നോടും പറഞ്ഞില്ലല്ലോ. എല്ലാവരും പറഞ്ഞിട്ടാ ഗിഫ്റ്റ് കൊടുക്കുക. കാക്ക അല്ല, ഇത് കാക്ക ഗൾഫിൽ നിന്ന് ഇപ്പൊ വാങ്ങാനാവില്ല. കാക്ക സജുവിന് അയച്ചു കൊടുത്തിട്ട് സജു പോയി വാങ്ങി. അതാണ് മലബാർ ഗോൾഡിന്റെ വീഡിയോ അല്ലാണ്ടായി പോയത്. സജു സിനുവിന് എടുത്ത് കൊടുത്തിട്ട് സിനു കൊണ്ടു തന്നെ എനിക്ക്. എക്സ്പ്രഷൻ ഇടാൻ അറിയില്ല ഗൈസ്, ഭയങ്കര ഷോക്കായി പോയി ഗൈസ്. മലബാർ ഗോൾഡിന്റെ നോക്കൂരി. അപ്പോൾ ഇതാണ് ഇക്കാക്കൻ്റെ ഗിഫ്റ്റ്. അടിപൊളി ബോക്സ് ആട്ടോ. ഇഷ്ടപ്പെട്ടു, ബോക്സ് ഇഷ്ടപ്പെട്ടു, ലൈക്കായി. ഗൈസ്, ക്യാഷ് ഓഫ് പ്രൈസ്. ഡേറ്റ് ഏത് ഭാഗത്താണുള്ളത് നോക്കട്ടെ. പിന്നെ ഡേറ്റ് ഇന്നല്ല എന്നുള്ളത് ചില അമ്മായിമാർ പറയണ്ടല്ലോ. സോഫിയന്റെ പേരിലാ വാങ്ങിയത്. ഗൈസ് കണ്ട ഗൈസ്, ഇതാ 12/6/2025 7:59.
ഇതാണ് എൻ്റെ ഇക്കാക്ക വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ്. പൊന്നാര മക്കളെ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഞാൻ ഇന്നും കൂടി ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ജെസ്സി എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു പാവം പൈസ ഇല്ല എന്നിട്ടായിരിക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എനിക്ക് മറ്റേ വാവെന്ന് പറഞ്ഞാലും കരയാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നല്ല തലവേദന ഉണ്ട് എനിക്ക്. മറ്റേ മല വിടട്ടോ. ഞാൻ വിചാരിച്ചേട്ടാ വെച്ച് ഇതൊന്നും ഓടണം. അതിന്റെ മുകളിലിട്ട് ആൾക്കാരോ അങ്ങനെ ഇട്ടാ ഭംഗി ഉണ്ടാവില്ല. വേണേ ഞാൻ എടുത്തോളാം. അയ്യടാ കാണോ എന്താ ഇവിടെ ഒരാളുണ്ട് കേട്ടോ. പകുതിയെ കാണിച്ചിട്ടോ, ഫുള്ള് കാണിച്ചിട്ടില്ല. ഇതും ഡയമണ്ട് തന്നെ കേട്ടോ ഗൈസ്. ഇപ്പോൾ ഞാൻ അല്ലെ തന്നെ ഞാൻ തള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. എടാ പപ്പ ഗിഫ്റ്റ് ചെയ്ത് തന്നെടാ. എന്ത് ലസ്? നമ്മള് പിന്നെ സ്കൂളിൽ പോകാത്തോണ്ട് നമുക്ക് ഇതൊന്നും അറിയില്ല. ആരുടെ സെലക്ഷനാ? സച്ചിൻ്റെതാ? ഭയങ്കര അയ്യോ നല്ല ഭംഗിയാണ്. കറക്റ്റ് അളവോ. ഗൈസ്, അപ്പോൾ ഇതാണ് ഇക്കാക്ക് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ്. കണ്ടല്ലോ. ഞാൻ ഇത് നോക്കിക്ക്. ഇത് മലബാറിൽ ഇത് ഡയമണ്ടിന് മാത്രം തരുന്ന കവറാണ്. ഡയമണ്ടിന്റെ കവറാണത്. നല്ല അടിപൊളി ഒരു ബോക്സും. വേറെന്താ കിട്ടിയോ? വേറെ വെക്കോ. ട്രോളി എടുത്തേക്ക്. ട്രോളി ഉണ്ട്. നല്ല അടിപൊളി ഒരു ബോക്സ്. എനിക്ക് മറ്റേ ഡയമണ്ടിന് പോലും ഈ ബോക്സ് അല്ല തന്നത്. ഗൈസ് കണ്ടോ ഇതെന്താ ഗൈസ് അടുത്ത ഗിഫ്റ്റ്. എടാ എന്റെ പിറന്നാള് നാളെ നല്ലടേ. അല്ല വാപ്പ വന്നപ്പോ വാപ്പാൻ്റെ അടുത്ത് പൈസ തന്ന്. എന്റെ പപ്പക്ക് ലോട്ടറി ഇങ്ങനെ അടിച്ചുകടാ. ഇതും സ്റ്റുഡിയോ ആണല്ലോ. ഇത് മാമൻ എടുത്തതാണ്. ഞാനോ ഇങ്ങല്ലാണ്ട് പോലും എന്തായാലും സ്റ്റുഡിയോയില് പോകില്ല എനിക്കറിയാ. അത് വിട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് 100 രൂപ ലാഭാ. എനിക്ക് ഇതൊക്കെ എനിക്ക് ഇഷ്ടമായി. ഒരു മിനിറ്റ് ഞാൻ പിന്നെ ഇട്ട് നോക്കാം രണ്ടാളോട് സോറി. പക്ഷെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് അമ്മേസിങ്. 1 ഇയർ ഇതുണ്ട് കേട്ടോ ഗൈസ്. മറ്റേ ഇൻഷുറൻസ് ഒരു വർഷം ഇത് നഷ്ടപ്പെട്ടു പോയ പൈസ ഇൻഷുറൻസ് കമ്പനി തരും. എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല. ഏതായാലും ഈ ഒരു നിമിഷത്തിൽ എനിക്കില്ല എന്ന് പറയുന്ന എൻ്റെ സ്വന്തം ഭർത്താവിന് താങ്ക് യു സോ മച്ച്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ശരിക്കലും സർപ്രൈസ് ഗിഫ്റ്റായിപ്പോൾ. എനിക്ക് വാ തുറക്കാനോ കരയാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ഇപ്പം അവരോട് പറഞ്ഞിട്ടേ ഉള്ളൂ. തലവേദന എടുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് കിടന്നിട്ടേ ഉള്ളൂ. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ ആകെ എനിക്ക് പറയാനുള്ളതൊന്നുമില്ല. ഞാൻ മാലെടുത്ത് നാളെ പോകും. നാളാക്കണ്ടെന്നാ ഒന്നാ. താങ്ക് യു ഗൈസ്. ഈ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യും. ഇത് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് തന്നതാണ്. എനിക്കാ വേണ്ട. അത് അല്ല മോനെ. എട്ടുണ്ട് അവിടെ. കണ്ണനും എന്റെ മുകളില്. കണ്ണുണ്ടെങ്കിൽ വേണ്ട. കണ്ണെങ്കിൽ പണിയും. ഇതിൽ ഗൈസ് ഞാൻ ഇപ്പോഴും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ കണ്ണനെ. അപ്പോൾ ഗൈസ് ജിസ്മോള് അത്രയും വളരെ സന്തോഷമാണ്. നമുക്ക് മുഖത്ത് നോക്കിയാൽ അറിയാം. പക്ഷെ എനിക്ക് എക്സ്പ്രഷൻ ഇടാൻ അറിയില്ല ഗൈസ്. സോ സോറി.
എൻ്റെ കഴുത്തൊന്ന് വിശാലമായിട്ട് കാണിച്ചു കൊടുക്കണം. എനിക്കിപ്പോൾ രണ്ടാമത്തെ ഡയമണ്ടിൻ്റെ മാലയാട്ടോ. എനിക്ക് വേണോ അത്? ഏടേ ഒന്ന് ഉറക്ക പറ. എങ്ങനെ ഉറക്ക പറ? ഓള് കിട്ടിയാലൊക്കെ ഇടും പോലും. ഒക്കെ എന്ത് കൊടുത്താലും വേണ്ടാന്നാ പറയല്. ആകെ കഴുത്തിൽ 1 ഗ്രാമിന്റെ മാലയാ ഗൈസ് ഉള്ളത്. അവിടെ ഓർണമെന്റ്സ് ഒക്കെ ഞാൻ എൻ്റെ ബാഗിലാണ് അതോ ഉള്ളത്. ഇടൂല. പത്രമേലൊക്കെ ഇടാൻ താല്പര്യമില്ലാത്ത മോനമ്മക്ക് ജ്യൂസ് അടിക്കാൻ പറഞ്ഞിട്ട് അടിച്ചോ? ഉമ്മയും മോനും ജ്യൂസ് അടിക്കും. ഞാൻ ഒന്ന് പോയി ഫ്രഷ് ആവട്ടെ. ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. ഗൈസ് ബൈ ബൈ. ഒരു ബൈ പറഞ്ഞേ.